ഇന്ത്യ പാക് ബോർഡറിൽ അഭയാർത്ഥികളെ അങ്ങനെ അതായത് എക്സ്ചേഞ്ച് അല്ലേ കണ്ടിട്ടില്ലേ, അങ്ങനെ നടത്തണ പോലെ ഇവിടെ നിന്ന് ആളുകൾ നടത്തി അപ്പുറത്തേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, 10 minutes ബ്രേക്ക് പറഞ്ഞു കേട്ടാ. അപ്പൊ എല്ലാവരും ചാടി ഇറങ്ങാൻ പോയി. നോ ബ്രേക്ക് വേറെ വഴിയില്ല. ഞാൻ ഓൾറെഡി കുടിച്ച് കഴിഞ്ഞിട്ട് ഇതെൻ്റെ അല്ലാന്ന് പറഞ്ഞ ചേട്ടൻ ഇത് എടുത്തു തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക്. ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഉമ്മളി ലൈഫ് സ്റ്റൈൽ. നമ്മുടെ റൂം ടൂർ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽബേനിയയിലാണ്. പക്ഷേ റൂം അല്ലാട്ടോ ഇത് കയറി വരുന്ന എൻട്രൻസ് ആണ്. വില്ല ഗാസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വാഷ് മെഷീൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോമൺ ഒരു ഏരിയ ആണ്, ഒരു ലോഞ്ച്. അവിടെ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ടിരാനയിലാണ്. ടിരാനയിൽ നമ്മുടെ വില്ല ഗാസ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേ ആണ്. ശരിക്കും കുറച്ചിങ്ങനെ സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തേക്കും. നമുക്ക് സുഖമായിട്ട് വരാനോ ഇതിനൊക്കെ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി സ്റ്റേ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ ഐസ്ലാൻഡിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റേ എടുത്തിരുന്നു. ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കുക്ക് ചെയ്യാനും പിന്നെ ഇത് ഇവിടെ ഉണ്ടോ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ കണ്ടോ, പഞ്ചസാര, ഉപ്പിൽ അവർ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ അരി പറയാറില്ലേ, മറ്റേ എന്താ പറയുക, 2 മൈക്ക് ഓണാട്ടോ. അരി കണ്ടിട്ടില്ലേ, ഇങ്ങനെ എന്താ പറയുക, മോയ്സ്ചർ വലിച്ചെടുക്കുക. അപ്പോൾ ഉപ്പ് ഇങ്ങനെ ഉരുക്കി പോകാതിരിക്കാൻ അവർ അരിമണി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഐഡിയ കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ നമ്മുടെ ഇങ്ങനത്തെ എന്താ പറയുക തോമസ് ലീഹയുടെ പള്ളിയിലൊക്കെ പോകുമ്പോഴല്ലേ അരിമണിയും ഉപ്പൊക്കെ കടിച്ച് കഴിക്കുന്ന ഇത് കണ്ടിട്ടുള്ളത്. നേർച്ച അതുപോലെ പെപ്രിക്ക ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് കുഞ്ഞ് സാധനത്തിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഏതോ ഓയിലുണ്ട്, പിന്നെ ഗ്ലാസ് ഉണ്ട്, പിന്നെ കുറച്ച് ടീ വെച്ചിട്ടുണ്ട്, സ്ട്രോബെറി, ലിപ്റ്റൺ, പിന്നെ ക്യാമമൈൽ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ടീ. പിന്നെ കെറ്റിലുണ്ട് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എനിക്ക് അവിടെ പോയാലും കെറ്റിലില്ലാണ്ട് പറ്റില്ല. UK ഒഴിച്ചുകൂടാത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു കെറ്റിലായിരിക്കും അല്ലേ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അതെ ഇവിടെ കുഞ്ഞ് കുറച്ച് കട്ട്ലറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഷോർട്ട് ഗ്ലാസ് ഉണ്ട്, കുഞ്ഞിത് ഉണ്ട്. പിന്നെ കുറച്ച് കപ്പ് സോസ്, പ്ലേറ്റ്സ്, ഗ്ലാസ്, മഗ്, ചായ തിളപ്പിക്കാനുള്ള കുഞ്ഞ് സോസ് പാൻ. ക്യൂട്ടല്ലേ, ഇങ്ങനത്തെ എനിക്ക് വാങ്ങിക്കണം. എനിക്ക് മാത്രം ചായ ഉണ്ടാക്കാൻ, ഇവിടെ ഒരാൾക്ക് ചായ ഇഷ്ടമല്ല. അപ്പോൾ ഇതേ കുറച്ച് കട്ട്ലറി, നൈഫ് അങ്ങനത്തെ സാധനങ്ങൾ. ശരിക്കും നമ്മൾ 2 ദിവസത്തേക്കാണ് ഇവിടുത്തെ സ്റ്റേ ബുക്ക് ചെയ്തത്. ഒരു ദിവസത്തേക്കാണ് ആദ്യം ബുക്ക് ചെയ്തത്. കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് ഡേറ്റ് കുറച്ച് മാറിപ്പോയപ്പോൾ നമ്മൾ അവർ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു അല്ലേ. അല്ല, ഒരു ദിവസത്തേക്ക് booking.com പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് അവർക്ക് ജസ്റ്റ് മെസ്സേജ് ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി അവൈലബിൾ ആണ്, നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇതിവിടെ 2 എണ്ണമായിട്ടുള്ള സ്റ്റവ്, ഇതുപോലത്തെ സ്റ്റവ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ UK ഭയങ്കര കോമൺ ആണ് ഈ സാധനം. എനിക്ക് തോന്നുന്നു ആദ്യം ചിലപ്പോൾ നമ്മളുടെ അടുത്ത് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അറിയില്ലായിരിക്കും അല്ലേ. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം ഏതാണ് എന്നുള്ളത് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഡിഷ് വാഷർ, പിന്നെ വലിയൊരു ടിഷ്യൂ റോൾ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 ദിവസത്തേക്ക് വെച്ചപ്പോൾ ശരിക്കും ഇപ്പം നമ്മൾ ആലോചിക്കുകയാണ് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്നല്ലേ. ശരിക്കും ആ സ്റ്റേയുടെ ഭംഗിയും സൗകര്യമൊക്കെ കണ്ടിട്ടോ, കാരണം എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ച് സീ ഫുഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ സീ ഫുഡ് കഴിക്കുക അല്ലേ. ശരിക്കും ഒരാൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വന്നത് തന്നെ സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സീ ഫുഡ് എന്ന് വെച്ചാൽ പ്രാന്തനാണ്, അതെനിക്കിഷ്ടമാണ്. പക്ഷേ ആളത്ര എനിക്കിഷ്ടമല്ല. ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് കയ്യിൽ സോസ് പാൻ കണ്ടോ. നമ്മൾ ഫസ്റ്റ് UK വന്നപ്പോൾ ജോണിന്റെ വീട്ടിൽ നിന്ന് നമ്മളൊരു Airbnb-ലാണ് നമ്മൾ UK വന്നപ്പോൾ 1 മന്തോളം അല്ലേ. 1 മന്തോളം നമ്മൾ നിന്നത് കമ്പനിയുടെ സ്റ്റേയിലായിരുന്നു. അപ്പോൾ നമ്മൾ നിന്നത് ഒരു Airbnb-ലാണ്. ആ ആൾ ഇതുപോലെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഇങ്ങനെ കുക്ക് ചെയ്യാനുള്ളതൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഇവരുടെ ഇതിൻ്റെ അകത്ത് ശരിക്കും സീ ഫുഡ് ആക്ച്വലി അത് ആസിറ്റീസ് കഴിക്കണം എന്ന് പറയില്ലേ, മസാലകളും അങ്ങനത്തെ ചേർക്കാൻ. ഫ്രൈഡ് അല്ല നമ്മുടെ പോലെ. നമ്മുടെ നാട്ടിലെ പോലെ ഫ്രൈഡ് അല്ല, മസാല സ്പൈസസ് ഒരുപാട് ഇട്ടിട്ട് അതിൻ്റെ ആ നാച്ചുറൽ ഒത്തൻറ്റിക് ടേസ്റ്റില്ല അത് കളയരുന്നുള്ള ഇതിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ മസാല വെച്ചിട്ട് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലത് ഇത്തിരി ഇങ്ങനെ പ്രോണൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ എടുത്ത പോലെയുണ്ട് ചിലത്. പക്ഷെ ചിലത് നമ്മൾ ഗ്രില്ല് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഞങ്ങൾ സ്പേസ് ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഞാൻ തുറന്നായിരുന്നു ഫ്രിഡ്ജുണ്ട് കേട്ടോ. കുട്ടി ഫ്രിഡ്ജ് അത് നമ്മുടെ തന്നെയാണ് കേട്ടോ, ഞാൻ എടുത്ത് വെച്ചതാണ്. ഇതൊന്നും തന്നിട്ടില്ല, പക്ഷേ മോർ ദാൻ ഇനഫാണ് അല്ലേ ആ സാധനങ്ങളെല്ലാം തന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഏരിയ കേട്ടോ കൊള്ളാട്ടോ, നല്ലൊരു ഫോട്ടോ കോർണർ പോലെ അവർ എക്സ്ട്രാ ഇതൊക്കെ അവർ തന്നിരിക്കുന്നത് കേട്ടോ. ഈ വീട്ടിലിടുന്ന ഇൻസൈഡ് ഇടുന്ന ഫുഡ് വെയർ. പിന്നെ ഇത് ഇവിടെ ഒരു കുഞ്ഞ് ക്യൂട്ട് നല്ല അടിപൊളി എടാ ഇതിൽ സ്റ്റോണിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈശ്വര, നമ്മൾ മറ്റേ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഹോട്ടലിൽ നിന്ന് എല്ലാ സാധനങ്ങളും പെറുക്കണ പോലെ അല്ലേ, ക്യൂട്ട്. നല്ല എന്താ പൂച്ച ചെരുപ്പിടാൻ കാണുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേയില്. അതെ, ഒരിക്കലും കണ്ടിട്ടില്ല. യൂഷ്വലി ഇച്ചിരി വലിയ ഹോട്ടലിലൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് റംദ അങ്ങനത്തെ വലിയ ഹോട്ടലിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മള് അങ്ങനെ ഏതോ നമ്മള് ഹോളിഡേയിലൊക്കെ കാണാറുണ്ട്. അല്ലാതെ പ്രോപ്പർ ചപ്പല് ഉണ്ടാവാറില്ല, ഉള്ളിലിട കണ്ടിട്ടില്ല പൊതുവെ. ഇതൊന്നും ഞാൻ നോക്കിയില്ല, എല്ലാം പുഷ് ആൻഡ് ഓപ്പൺ ആട്ടോ. അത് കൊള്ളാം. ഓ അങ്ങനെയല്ല, അതുകൊണ്ട്
ഞാൻ വിചാരിച്ചു നീ എന്താ വാതിലും പിടിച്ച് അടിക്കണ്ടായിരുന്നു നേരത്തെ. നമ്മൾ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ, നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ റൂമിന്റെ ഭംഗി കണ്ടപ്പോ നമ്മൾ എടുക്കണ്ടെന്ന് വെച്ച് കൊളാക്കണ്ടെന്ന് വിചാരിച്ചത്. കൊളാക്കണ്ട. അപ്പൊ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ ശരിക്കും ഭിത്തിയാന്ന് വെച്ചു. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു നോക്കിയപ്പോൾ കാരണം ഇത്ര അധികം സാധനം ഉണ്ടാവുമ്പോ എന്തായാലും പിന്നെ മേളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്തോ ഉണ്ടാവും. സ്റ്റോറേജ് ഉണ്ടാവും. ഇതില്ലാന്ന് തോന്നുന്നു ഇത് ഭംഗിക്ക് ചിലപ്പോ ഫിനിഷ് മോള് വരെ നിക്കാൻ വേണ്ടിട്ട്. ഓ ഇത് ഇതാണല്ലേ, അതാണ് ഇതിന്റെ ഉള്ളിലാണ് ഞാനും വിചാരിച്ചത്. ഈ ബോക്സ് ഇവിടെ ഇതില്ലേ തുറക്കാൻ പറ്റും. എന്താ പറയണേ, അതിന്റെ മുകളിലേക്ക് എക്സ്റ്റൻഷൻ, അപ്പോൾ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും. സ്റ്റോറേജ് സ്പേസ് വെക്കാം. പിന്നെ അതേ ഇവിടെ പുഷ് ആൻഡ് ഓപ്പൺ അതുപോലത്തെ കുറച്ച് അധികം വാർഡ്രോബ് ഇതും ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്ത് സാധനങ്ങൾ വെച്ചു, കുറച്ച് ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നപ്പോൾ നല്ല ക്യൂട്ട് ടെഡി ബെയറെ പില്ലോ വെച്ചിരിക്കുന്നുണ്ടോ, ക്യൂട്ടല്ലേ. പിന്നെ പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ, സാധാരണ വലിയ ഹോട്ടലിൽ പോയാലും പൂവ് പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു. പക്ഷെ വെക്കണ്ടോന്നുള്ളത് നമ്മൾ കുറച്ച് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള booking.com ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് അവര് നല്ല രീതിയിൽ പുതിയതാണ്. പിന്നെ പുതിയതാണ്, അതുകൊണ്ട് അവര് എനിക്ക് തോന്നുന്നു പരമാവധി നല്ല റേറ്റിങ്ങുകൾ വരുമ്പോഴല്ലേ ഒരുപാട് പുഷ് ചെയ്ത് കയറി ആളുകൾ വരുള്ളൂ. അപ്പൊ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ അറിയില്ല. ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ആണോ? ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. കാരണം ഇതിന്റെ ഒക്കെ ഹബ്ബുകളുണ്ട് കൂടുതൽ. ടൂറിസ്റ്റ് ലൊക്കേഷൻ ഇവിടെ ടൂറിസ്റ്റ് ലൊക്കേഷൻ ഇല്ല. അതായത് ബേസിക്കലി എല്ലാവരും ടിരാനയിൽ വന്നിട്ട് ഓരോ ടൂറിസ്റ്റ് ലൊക്കേഷനിൽ പോയിട്ടായിരിക്കും എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ അവിടെ നിൽക്കും. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു സിറ്റി സെന്റർ നമ്മളിപ്പോ മോണ്ടിനിഗ്രോന്ന് വന്നുകൊണ്ട് ബൈ ബസ് ബോർഡർ ക്രോസ് ചെയ്തു. അത് വലിയ സ്റ്റോറി, ബോർഡർ ക്രോസ് ചെയ്തു. അയ്യോ അതൊരു വലിയ സ്റ്റോറി. എന്തായിരുന്നു അറിയാം, മറ്റേ നമ്മൾ പറയില്ലേ ഇന്ത്യ പാക് ബോർഡറിൽ അഭയാർത്ഥികളെ അങ്ങനെ അതായത് എക്സ്ചേഞ്ച് അല്ലേ, കണ്ടിട്ടില്ലേ? അങ്ങനെ നടത്തണ പോലെ ഇവിടെ നിന്ന് ആളുകൾ നടത്തി അപ്പുറത്തേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഏതൊരു സിനിമയില ഉയരല്ലോ, കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അവർ ഇസ്രായേലിൽ പോയിട്ട് കിടക്കണ ഒരു അതുപോലെയാണ് ഏകദേശം ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അവിടെ അതായത് എക്സിറ്റ് അടിച്ചപ്പോ അപ്പൊ പാസ്പോർട്ട് വാങ്ങിയിട്ട് അവർ സീലടിച്ചു തന്നു. പിന്നെ എൻട്രി അടിച്ചപ്പോ, അതായത് ഇവിടെ അൽബേനിയ എൻട്രിയുടെ അടുത്തെത്തിയപ്പോ അവിടെ ഇറക്കിയിട്ട് വീണ്ടും പാസ്പോർട്ട് അതെനിക്ക് തോന്നുന്നു 2 പ്രോസസ് ആയിരിക്കും. മറ്റേത് ഡോക്യുമെന്റ് സ്കാൻ ചെയ്തു, മറ്റേ ഡോക്യുമെന്റ് സ്കാൻ ചെയ്തില്ല, ജസ്റ്റ് നമ്മുടെ മുഖത്തേക്ക് ഒരു 10 പ്രാവശ്യം നോക്കിയിട്ട് സീൽ. പക്ഷേ ഈ ട്രിപ്പിന്റെ പ്രത്യേകത, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എയർപോർട്ടിൽ വഴിയായിരുന്നു നമ്മുടെ ഇമിഗ്രേഷൻ. ഫസ്റ്റ് പാസ്പോർട്ട് കൺട്രോൾ സെർബിയയിൽ എയർപോർട്ടിൽ വഴി സ്റ്റാമ്പ് ചെയ്തു. പിന്നെ ട്രെയിനിൽ. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര റയർ എക്സ്പീരിയൻസ്. കാരണം നമ്മളിപ്പോൾ യൂറോപ്പിൽ എവിടെ നിന്നാലും ഇങ്ങനെ കിട്ടുന്നില്ല ഈ എക്സ്പീരിയൻസ്. കാരണം യൂറോപ്പിൽ കൂടുതലും ഷെങ്കൻ വിസയുള്ള കൺട്രീസ് ആണ് മെയിൻലാൻഡിൽ. അവിടെ ബോർഡർ ക്രോസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ കൺട്രോൾ ഇല്ല ബോർഡർ ഫോഴ്സിൽ, ഓപ്പൺ ബോർഡറാണല്ലോ. ഇങ്ങോട്ട് ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഓപ്പൺ ബോർഡർ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ബോർഡറും ക്രോസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഇമിഗ്രേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് വേണം കിടക്കാൻ. രാത്രി അതൊന്ന് പറഞ്ഞു കൊടുത്ത, രാത്രി നമ്മള് ട്രെയിനിൽ രാത്രി കയറിയിരുന്നു 8:30 ഓൾമോസ്റ്റ് അല്ലേ, ആ സമയത്തൊക്കെ കയറിയിരുന്നു. അതിനവര് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുൾ അവരുടെ ലാംഗ്വേജ് ഫുൾ സെർബിയനിലായിരുന്നു എഴുതിയിരുന്നത് കംപ്ലീറ്റ്. ഇവൻ ബുക്ക് ഇവര് ആർക്കും ഇങ്ങനെ നമ്മൾ ഇച്ചിരി ടൂറിസ്റ്റ് അല്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആരും ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവൂല, സംസാരിക്കില്ല. അവർക്ക് ഒരു വസ്തു മനസ്സിലാവും. അവർ എന്നിട്ട് തൊട്ട് കാണിച്ചു തരും. അമ്മാമ്മ പറഞ്ഞു ക്യാബോ. ഈവൻ ട്രെയിനിലെ ചെക്കർ ടിടി ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കില്ല. അതായത് നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അവര് ഇംഗ്ലീഷ് എനിക്കൊന്നും അറിയാണ്ട് തന്നെ അറിയാണ്ടായിരിക്കും. പിന്നെ ബസ്സിലെ ഡ്രൈവർ ആകെ അറിയണത് ബ്രേക്ക് അതായത് ബ്രേക്ക് ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ എന്താ പറയുന്നത് അറിയാം, 5 minutes 10 minutes ബ്രേക്ക് എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ എല്ലാരും ചാടി ഇറങ്ങാൻ പോയി. നോ ബ്രേക്ക്. അപ്പൊ ഒരാളിങ്ങനെ പറഞ്ഞത് 5 minutes ആക്ച്വലി 5 minutesൽ ഒരു സ്ഥലത്ത് എത്തും, അവിടെ 10 മിനിറ്റ് കിട്ടുന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ബ്രേക്ക് എന്നല്ലേ കേൾക്കുന്നത്. 5 മിനിറ്റ് 10 മിനിറ്റ്, അതായത് അങ്ങനെ കേൾക്കുമ്പോൾ 5-10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ കുറെ പേര് ഇംഗ്ലീഷ് അറിയണവരായിരുന്നു തോന്നുന്നു. പിന്നെ കുറെ പേര് അറിയാത്തവരുണ്ട്. പല പല സ്ഥലങ്ങളിലെ ആളുകളുണ്ട്. അപ്പോൾ ആള് പറഞ്ഞ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഇതുപോലെ അല്ലേ. പിന്നെ നമുക്ക് ഏകദേശം ഒരു രീതിയിലൊക്കെ തട്ടിപ്പൊട്ടി നമ്മൾ തൊട്ട് കാണിച്ചു ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോകുന്നത്. അത് ഏറ്റവും രസം ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു ഈ ബോർഡർ കഴിഞ്ഞിട്ട്, അൽബേനിയ ഏതൊരു ബോർഡറിൽ. അപ്പോൾ അവർ ഒത്തൻറ്റിക് ഡിഷുകൾ നമ്മൾ ട്രൈ ചെയ്യും. ആക്ച്വലി ഈ ഫുഡ് പിലാഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതാണ് റൈസ് ആണെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയോ? തൃശ്ശൂർ റോസ് ടൗണില്ലേ, റോസ് ടൗണിൽ പല
വേൾഡ് ക്യൂസിൻ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണല്ലോ അത്, അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ എന്തോ ഒരു പ്ലാഫ് കഴിച്ചു, അതായത് റൈസാണെന്ന് നമുക്കറിയാം, ആ റൈസിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മളത് തൊട്ട് കാണിച്ചപ്പോൾ അവർ ഇതാണെന്ന് മനസ്സിലായി, നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോഫി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കോഫി വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചു ഏത് കോഫിയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നോർമൽ കോഫി എന്ന് പറഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ കിട്ടിയാൽ എന്നോട് പറയാം നീ സ്ട്രോങ്, എനിക്കെന്താ ഇത്ര ഉള്ളൊരു സാധനം കൊണ്ടെന്ന് വെച്ചിരിക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിന് മുമ്പ് എന്നെ തൊട്ട് മുമ്പ് കോഫി വാങ്ങിച്ചിട്ട് പോയവർക്കൊക്കെ ഇത്രയുണ്ട്. ഞാൻ ചോദിച്ചു എനിക്ക് മാത്രം എന്താ അവസാനമായിട്ട് ഞാൻ ടീ ഇല്ല കോഫി ഇല്ലാണ്ടായിരിക്കും എന്ന് ചോദിച്ചിട്ടാ. അപ്പം എന്താ എന്നോട് പറയാം എക്സ്പ്രസ് ആണ് എന്നിട്ട് പൊന്നെ അത് വായിൽ സ്ട്രോങ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോർമൽ കോഫി എന്ന് പറഞ്ഞാൽ തൊട്ടും കാണിച്ചു ഞാൻ പൊട്ടൽ മനസ്സിലായില്ലേ വെച്ചിട്ട്. അപ്പോൾ ആള് പറഞ്ഞു സ്ട്രോങ് കോഫി, അങ്ങനെയാണെങ്കിൽ എക്സ്പ്രസോ ഷോർട്ട് തന്നെ വേണമെന്ന്. അതായത് നമ്മുടെ UK എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഈ സാധനം ഒന്നും ഇഷ്ടമല്ല, ഇത്രയും സ്ട്രോങ് കോഫി ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു പഞ്ചസാര എക്സ്പ്രസോ ഇഷ്ടമുള്ളവർ പറയട്ടെ. നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും. നമ്മുടെ നാട്ടില് കടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു കടുപ്പം, ഇത് മധുരം ഇടാണ്ട് പ്രോപ്പർ കഫേന്റെ കടുപ്പം വരണം. അതായത് ഷോർട്ട് ഗ്ലാസ് കണ്ടിട്ടുണ്ടല്ലോ, എക്സ്പ്രസോന്റെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകൾ ഇവിടെ കിട്ടും കുഞ്ഞ്, അതിങ്ങനെ ഊറി വരുന്ന ആ മട്ട് പോലത്തെ സാധനം അതിൻ്റെ വീണിട്ട് എൻ്റെ പൊന്നെ കഴിച്ചിട്ട് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച കൂടി ഇങ്ങനെ കയ്പ് നീരിനേക്കാൾ എക്സ്ട്രീം അത് അങ്ങോട്ട് വായന്ന് പോകണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പോയി വായ കഴുകിയിട്ട് വന്നു, ഈശ്വര ഇതാണല്ലോ കഴിച്ചതെന്ന്. പിന്നെ വേറെ വഴിയില്ല, ഞാൻ ഓൾറെഡി കുടിച്ച് കഴിഞ്ഞിട്ട് ഇതെൻ്റെ അല്ലാന്ന് പറഞ്ഞ് ചേട്ടൻ ഇത് എടുത്തു തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക്.